ഹലോ കൂട്ടുകാരി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പല നമ്പേഴ്സിനെ കുറിച്ചും പരിചയപ്പെട്ടു. മാനിഫെസ്റ്റേഷൻ നമ്പറിനെ കുറിച്ച് 11 അതേപോലെ കുറേ നമ്പേഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന നമ്പർ, ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഗ്യം, വളരെ പെട്ടെന്ന് ഭാഗ്യം, കുടുംബജീവിതം ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ധനലാഭം, ഇതെല്ലാം പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്ന ഒരു നമ്പറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് സംഖ്യാശാസ്ത്രപരമായി എന്താ പറയുക, ഈ നമ്പറിന് നല്ലൊരു ശക്തിയുണ്ട്. പ്രപഞ്ചത്തെ തന്നെ കീഴടക്കിയ ഒരു വലിയ ശക്തിയുള്ള നമ്പറാണ്. അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി വൈബ് തരുന്ന ഒരു നമ്പറാണ്. അപ്പൊ ഈ നമ്പർ നമുക്ക് പരിചയപ്പെടാം. 6, 5, 3, 1. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 6, 5, 3, 1. ഇതാണ് വലിയ ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്പർ. നല്ല പോസിറ്റീവ് എനർജി തരുന്നത്, നമ്മുടെ സങ്കടങ്ങളും അതെല്ലാം മാറ്റുന്ന ഒരു പ്രത്യേക വൈബുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഈ നമ്പറിന്റെ ഡീറ്റെയിൽസ് ആയി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ നമ്പർ 6, 5, 3, 1. ഈ നമ്പർ ആദ്യം നമ്മൾ ഓരോന്ന് വെച്ച് കൂട്ടിയിട്ട് ടോട്ടൽ എത്ര കിട്ടുന്ന നോക്കണം. അപ്പൊ 6, 3, 5, 1. അപ്പൊ ഈ 4 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആകെ തുക എന്ന് പറഞ്ഞാൽ 15 അപ്പൊ ഈ 15നെ 1 + 5 ഓരോ സംഖ്യയായി മാറ്റിവെക്കുക. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്, രണ്ടക്കുള്ള സംഖ്യയാണ്. അപ്പോൾ ഇതിന് നമുക്ക് 1 + 5 ആക്കാം. അപ്പോൾ 1 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. അപ്പോൾ 6 അതിന്റെ നമ്പർ. അപ്പൊ ഈ 6ന്റെ അർത്ഥം ആർക്കൊക്കെ അറിയാം? ഞാൻ തന്നെ പറഞ്ഞുതരാട്ടെ. ഈ 6ന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്രനില്ലേ, ശുക്രൻ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് 6 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നമ്പർ നമ്മുടെ ധനഭാഗ്യം, കുടുംബജീവിതം, അതേപോലെ തന്നെ സന്തോഷം, അതെല്ലാം നമ്മൾക്ക് കൊണ്ടുവരാൻ പ്രത്യേകം സഹായിക്കുന്ന, ഊർജം തരുന്ന ഒരു നമ്പറാണ് 6 എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 6 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അക്കം നമ്മൾ 6. 6, 5, അതുപോലെ തന്നെ 3, 1, 6. അതേപോലെ 5-നുണ്ട്, 3-നുണ്ട്, 1-നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ സ്നേഹം, 5 എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം, അതേപോലെ തന്നെ 3 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, 1 എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം. ഈ നമ്പറിന്റെ അർത്ഥം. അപ്പൊ ഈ നമ്പർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നമ്പർ അത്രയും പവർഫുള്ളായ ഒരു നമ്പറാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തേക്ക് വർക്ക് ചെയ്യിപ്പിക്കാം? ജീവിതത്തിൽ ധനമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ തിരിച്ച് കിട്ടാൻ ഇതെന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നോക്കാം. ഈ നമ്പർ ഇന്ന് വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ 6, 5, 3, 1 ഈ നമ്പർ, ഇതൊരു വൈറ്റ് പേപ്പറിൽ, ഒന്നില്ലെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ ഗ്രീൻ, പച്ച, ചുവപ്പ്, അല്ലെങ്കിൽ പച്ച, അല്ലെങ്കിൽ നീല, ഈ മൂന്നിലേതെങ്കിലും ഒരു കളർ പേനയെടുത്തിട്ട് ഒരു ചെറിയ തുണ്ടാക്കിയിട്ട് എഴുതുക. 6, 5, 3, 1 എന്ന് എഴുതുക. എഴുതിയിട്ട് നിങ്ങൾക്ക് പൈസയാണോ ആവശ്യം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് എഴുതുമ്പോൾ മനസ്സിൽ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതുക. നല്ല സന്തോഷത്തോടു കൂടി എഴുതിയതിനു ശേഷം ഈ വെള്ള പേപ്പർ നമ്മുടെ പേഴ്സിൽ വെക്കുക. അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ, നമ്മൾ സ്ത്രീകളാണെങ്കിൽ അൽമാറയിൽ വെച്ചാലും മതി. അപ്പോൾ അൽമാറയിലാണെങ്കിൽ ശരി, പേഴ്സിലാണെങ്കിലും വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതാണ് ഉത്തമം, പൈസയ്ക്ക് വേണ്ടി ചെയ്യാം. പേഴ്സിലോ അൽമാറയിലോ നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ ഏറ്റവും വേഗം നമുക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മ ഈ പേപ്പർ 6, 3, 5, 1 പേപ്പർ എഴുതിയത് നമ്മൊരു ഫോട്ടോ എടുക്കുക.
ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ഫോണിൽ വാൾപേപ്പറായി വെക്കുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ നോക്കുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് തുറന്നു നോക്കും. അൽമാറിയും അതേപോലെ തുറന്ന് നമ്മൾ തുണികൾ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ തുറന്നു നോക്കും. അപ്പൊ അതിനെയും വെച്ച് വേഗത്തിൽ നമ്മൾ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ വാൾപേപ്പറായി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും. അതെന്താണ് പറയുന്നത്, നമ്മൾ ഒരു ദിവസം എത്ര തവണ ഫോൺ നോക്കും? മിക്കവാറും ഒരു 10-20 കൂടുതൽ നോക്കും അല്ലേ? എന്നാൽ ഏകദേശം 10-20 തവണയെങ്കിലും നമ്മൾ വെറുതെ സമയം നോക്കാനെങ്കിലും എടുക്കും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് നല്ല ക്ലിയറായി ഫോട്ടോ എടുത്ത് നമ്മൾ വാൾപേപ്പറായി വെക്കുക. അപ്പൊ ഇത് നോക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുമ്പോൾ മനസ്സിൽ ആ ഒരു സന്തോഷം വരണം, നടന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ എന്താണോ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ജോലി, പൈസയാണെങ്കിൽ പൈസ, അതെല്ലാം നിങ്ങൾക്ക് സന്തോഷം സമാധാനവും കുടുംബജീവിതമാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോ അത് ചിന്ത വരണം. നമ്മത് ഈ നമ്പർ നോക്കുമ്പോൾ എന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു, വളരെ പോസിറ്റീവായി സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ അത് ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഫോണിലാവുമ്പോൾ നമുക്ക് വേഗത്തിൽ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല വിശ്വാസത്തോടുകൂടെ, പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെ നമ്മൾ ചെയ്യണം. എന്നാലേ അതിന്റെ റിസൾട്ട് വേഗം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോ ഇനി ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. അപ്പോൾ ആരും മറക്കരുത് ഈ നമ്പർ 6351. ഒരിക്കലും ഈ എന്താ പറയാ ഈ നമ്പർ മറന്നു പോവരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥവും കൂടി, ഈ ഓരോ നമ്പറിന്റെ അർത്ഥവും കൂടി ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ചുരുക്കി ഞാൻ പറഞ്ഞാണ്, ഒരുപാട് ബോറടിപ്പിക്കില്ല. കാരണം കുറെ പേര് ഇങ്ങനെ നീട്ടി വലിക്കുന്നു കൊണ്ട് ഞാൻ കമന്റ് അന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.